നമസ്തേ. ന്യൂമറോളജി പ്രകാരം ഒരു വ്യക്തി ജനിച്ചത് ഏതു വർഷമാണെങ്കിലും ഓഗസ്റ്റ് മാസം 9-ാം തീയതി ജനിച്ചവരെ പറ്റിയുള്ള ഒരു വീക്ഷണം. ഇത് ഡീറ്റെയിൽ ആയിട്ടില്ല, കാരണം ഒരു 4-5 2-3 മിനിറ്റുമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. വളരെ ബ്രീഫായിട്ട് ഓഗസ്റ്റ് മാസം 9-ാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 9 ആണ്. 9 ചൊവ്വ എന്ന മാർസ് എന്ന പ്ലാനറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മറ്റുള്ള വിശ്വാസപ്രകാരം സുബ്രഹ്മണ്യൻ എന്ന ദേവതയാണ് ഇത്. ആക്ച്വലി എൻ്റെ കണക്ഷൻ ദേവിയുടെ ഭാവമായ ഭദ്രയെ ഒന്ന് വിളിക്കുന്നത്, ഉപാസിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. നിങ്ങളുടെ ഇൻറ്റേർണൽ പവറിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ അവരോടായിട്ടാണ് പറയുന്നത്. മറ്റുള്ള മതസ്ഥരുടെ കാര്യം എനിക്കറിയില്ല, കാരണം ഞാൻ പഠിച്ചതിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 9 ആയതിൻ്റെ പേരിൽ ലക്ക് ഓൾവേസ് വിത്ത് യു എന്നൊരു കണക്കുണ്ട്. ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. എല്ലാവരുടെ കാര്യത്തിലൊന്നും ഇടപെടത്തില്ല. എല്ലാ കാര്യങ്ങളും വായി വലിച്ച് തലയിലേക്ക് കയറ്റി വെക്കത്തുമില്ല. ചിലരങ്ങനെയല്ല, കാണുന്നതെല്ലാം തലയിലേക്ക് കൊണ്ട് കയറ്റി വയ്ക്കും. ഇതേപോലെ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കും. മിതഭാഷയാണ്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ആക്ഷൻസ് ഒന്നുമില്ല. ഞാനെല്ലാം ചെയ്തോളാം, അതൊക്കെ എനിക്ക് വിട്ടു തന്നേക്കാം, അങ്ങനത്തെ ഈ വിടുവായിത്തരോ ഡംപോ ഒന്നും കാണിക്കത്തില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും. നിങ്ങളുടെ സപ്പോർട്ടിങ് കളറ് കടും ചുവപ്പ്, കടും നീലയൊക്കെയാണ്. വളരെ ഏറെ സപ്പോർട്ട് ചെയ്യും. പേരിൽ ജെ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ, ജെ ഫോർ ജോണി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ചഞ്ചല മനസ്കരാണ് നിങ്ങൾ. അത് വേണോ ഇത് വേണോ എന്തെങ്കിലും ചെറിയ വിഷയം മതി. മാനസികമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥിരത ഇല്ലാത്ത അവസ്ഥ. ഞാൻ പറയുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം, നിങ്ങൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ, വാഹനമുള്ളവരാണെങ്കിൽ വണ്ടിയൊന്ന് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവരാണെങ്കിൽ ഓക്കെ അടുത്ത വർക്ക്ഷോപ്പിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത ആൾക്കാരെ ഒന്ന് വിളിക്കും. പക്ഷെ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ആകാംക്ഷ. അതാണ് ഈ ചഞ്ചല മനസ്കത. പിന്നെ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, മക്കളുണ്ടെങ്കിൽ മക്കളെ LKG കൊണ്ടാക്കിയാൽ മതി. കുട്ടിക്ക് ആ വർഷത്തെ എക്സാമിന് അല്ലെങ്കിൽ എക്സാം വരുന്നതിന് മുൻപായിട്ട് മാർക്ക് കിട്ടുമോ, കൂടുതൽ മാർക്ക് കിട്ടുമോ എന്നുള്ള അമിതമായ ആശങ്കയാണ്. അതും ചഞ്ചല മനസ്കതയാണ്. എല്ലാ മാതാപിതാക്കൾക്കും ഇല്ലാത്തതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേരിൽ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ജനിച്ചവരുടെ പേരിൽ ജെ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും വരും. അതൊരു ന്യൂനത തന്നെയാണ്. ഇങ്ങനെയുള്ള ശാസ്ത്രം, ഇതൊക്കെ മിസ്റ്റിക് സയൻസ് ആണല്ലോ, ഓക്കൾട്ടിസം. ഈ ഓക്കൾട്ടിസത്തിലൂടെ, ഈ മിസ്റ്റിക് സയൻസിലൂടെ, ഈ നിഗൂഢശാസ്ത്രത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ എൻ്റെ പേരിൽ ജെ എന്ന ലെറ്റർ ഉണ്ടല്ലോ, ശരിയാണല്ലോ, അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സുഖകരമായ ജീവിതമൊക്കെ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഉള്ളിൽ നല്ല പവറുണ്ട്. ഇനി വീട്ടമ്മയാണെങ്കിൽ, ഓഗസ്റ്റ് മാസം 9-ാം തീയതി ജനിച്ച വീട്ടമ്മയാണെങ്കിൽ ഭർത്താവിനെ ആശ്രയിച്ച് തന്നെ ദയവായിട്ട് ജീവിക്കരുത്. നിങ്ങൾക്കുള്ള അറിവ് എന്താണാവോ ആ നോളജിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇൻകം ആക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആകണം എന്നുള്ളൊരു കണക്കുണ്ട്, സ്വയം പര്യാപ്തത എന്നൊരു കണക്കുണ്ട്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഭർത്താക്കന്മാരുടെ വരുമാനത്തെ അല്ലെങ്കിൽ കുടുംബത്തിലെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകരുത്. നിങ്ങൾക്ക് വളരെയേറെ കഴിവുണ്ട്, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്നേഹപരമായ ഒരു ഉപദേശമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ രാജ്യത്തിനോടൊക്കെ സ്നേഹമുള്ളവരാണ്. രാജ്യത്തൊന്നും ഉറ്റുകൊടുക്കാൻ താല്പര്യം കാണിക്കത്തില്ല. കാക്കി വേഷമൊക്കെ ധരിക്കാൻ താല്പര്യമാണ്. ഈ പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് വേഷമൊക്കെ ധരിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷേ പൊതുവേ നിങ്ങൾ അതിനകത്തൊക്കെ വളരെയേറെ ശോഭിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.